ഹലോ എവ്രി വൺ, ഞാൻ അർത്ഥന, മുതുകവിലെ ഗംഗ. ഇമ്രാഷിന്റെ നമ്പർ കിട്ടി. കത്തും തീയാണുമ്മ നെഞ്ചിൽ കനലാണുമ്മ. നീ ഒരു തടിയനാ. അതിനമ്മ പറഞ്ഞ മെലിഞ്ഞു പോയിന്നാണല്ലോ. ഗംഗ ഒരു ബബ്ലി ക്യാരക്ടറാണ്. ഒരു കോളേജ് ഗോയിങ് സ്റ്റുഡൻറ്, സാധാരണ എല്ലാവരെയും പോലെ. ഈ കുട്ടിയാണെങ്കിൽ ഭയങ്കര മെച്ചുവേർഡാണെന്നാണ് അതിൻ്റെ വിചാരം. പക്ഷെ തീരെ മെച്യൂരിറ്റി ഇല്ലാത്ത ഒരു പാവം കുട്ടിയാണ് ഗംഗ. ബാക്കി അറിയാൻ വേണ്ടി എല്ലാവരും പോയി മുതുക കണ്ടേ പറ്റുള്ളൂ, ഞാൻ ഒന്നും പറയൂല. സിനിമ കണ്ടവർക്കൊക്കെ മനസ്സിലായിട്ടുണ്ട്, ഗോകുൽ അഭിനയിക്കാന്നേ തോന്നത്തില്ല. നല്ല നാച്ചുറലായിട്ടാണ് ഗോകുലിൻ്റെ ആക്ടിങ്. പിന്നെ ഗോകുൽ നല്ലോണം ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരാളാണ്. ഗോകുൽ ശരിക്കും ആക്ടിങ്ങിനെ കുറിച്ച് നല്ല സീരിയസ് ആയിട്ട് ആക്ടിങ്ങിനെ വീക്ഷിക്കുന്ന ഒരാളാണ്. പിന്നെ ഗോകുൽ ആസ് എ പേഴ്സൺ ആദ്യം കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു സൈലൻ്റ് ആണ്, അങ്ങനെയൊന്നും സംസാരിക്കത്തൊന്നും ഇല്ലായിരിക്കും. ഞാനാണെങ്കിൽ എപ്പോഴും സംസാരിക്കുന്ന ഒരാളായിരുന്നേ. അപ്പം ഞാൻ വിചാരിച്ചു പോറായിരിക്കും സെറ്റിൽ, സംസാരിക്കാനൊന്നും ആരും കാണൂല എന്ന് വിചാരിച്ചു. പക്ഷെ അങ്ങനെയല്ലായിരുന്നു. പരിചയപ്പെട്ട് വന്ന് നോക്കിയപ്പോൾ ഗോകുൽ നല്ല ഫ്രണ്ട്ലി ആണ് ശരിക്കും. വാർത്തിങ്കൾ മായും രാവിൻ കൊമ്പിൽ ചിറകേറി നീ പുലർവെയിൽ മലർത്തരൂ ഒരു സ്വപ്നം കാണും പോലെ, പുതു സ്വർഗം ചേരും പോലെ. അരികിലാരോ അഴക് ചൂടി വിരിയവേ ഞാനും പൂങ്കാറ്റായി നെയ്യുന്നോ. ഞാൻ ഈ മൂവി ചെയ്യാനുള്ള പ്രധാന കാരണം സ്ക്രിപ്റ്റിലുള്ള വ്യത്യസ്തത, പിന്നെ എൻ്റെ ക്യാരക്ടർ വിപിൻ ചേട്ടനിൽ എനിക്കുള്ള ഒരു വിശ്വാസം. ന്യൂ കമർ ആണെങ്കിലും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ഡയറക്ടർ ആണെങ്കിലും എല്ലാം എനിക്ക് ഒരുപോലെയാണ്. ഞാൻ അത്ര റെസ്പെക്റ്റ് കൊടുത്തേ അവരെ കാണത്തുള്ളൂ. വിപിൻ ചേട്ടൻ്റെ സെറ്റിൽ ഞാൻ പോകുമ്പോൾ, വിപിൻ ചേട്ടൻ്റെ സിനിമയിൽ അഭിനയിക്കാൻ ഞാൻ പോകുമ്പോൾ ചേട്ടനാണ് അവിടുത്തെ ഏറ്റവും സുപ്പീരിയർ പവർ. കാരണം എന്നെക്കാട്ടിലും മുമ്പ് ചേട്ടനാണ് ഗംഗ എന്ന് പറയുന്ന ക്യാരക്ടർ ചേട്ടന്റെ മനസ്സിലാണ് ആദ്യം വന്നത്. അപ്പൊ ചേട്ടൻ എന്നെക്കാട്ടിലും ബെറ്റർ ആയിട്ട് ഗംഗയെ അറിയാം, ചേട്ടൻ എന്നെക്കാട്ടിലും ബെറ്റർ ആയിട്ട് ഓരോ ക്യാരക്ടേഴ്സിനെ അറിയാം. അപ്പോൾ ആ ഒരു റെസ്പെക്ട് എന്തൊക്കെയാലും വിപിൻ ചേട്ടനോടുണ്ട്. വിപിൻ ചേട്ടൻ നല്ല ടാലന്റ് ഉള്ള ഒരു ഡയറക്ടറാണ്. ഉറപ്പായിട്ടും ഇനി ഭാവിയിൽ ഒരുപാട് നല്ല നല്ല സിനിമകൾ നമുക്ക് ചേട്ടൻ്റെ അടുത്ത് നിന്നും പ്രതീക്ഷിക്കാം. പിന്നെ ചേട്ടൻ ഞങ്ങൾക്ക് ഫ്രീഡം ഒക്കെ തന്നിട്ടുണ്ട് കേട്ടോ. ആദ്യം ചേട്ടൻ പറയും, നിങ്ങൾക്ക് എങ്ങനെയാണ് തോന്നുന്നത്, നാച്ചുറൽ ആയിട്ട് നിങ്ങൾ അങ്ങ് അഭിനയിച്ചു എന്ന് പറയും. ചേട്ടൻ ഒരിക്കലും അഭിനയം വേണ്ട ഒരു ഡയറക്ടർ അല്ല, എല്ലാം നാച്ചുറൽ ആയിട്ട് നമ്മളിപ്പോൾ സംസാരിക്കുന്ന പോലെ അങ്ങനെയാണ് ചേട്ടന് വേണ്ടത്. പിന്നെ എപ്പോഴും ഇന്നോവേറ്റീവ് ആയിട്ടുള്ള സിനിമകൾ അല്ലെങ്കിൽ വേറിട്ട് നിൽക്കുന്ന സിനിമകൾ കൊണ്ടുവരുന്നതിൽ ഫ്രൈഡേ ഫിലിം ഹൗസ് എപ്പോഴും മുന്നിലാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇപ്പോൾ മങ്കി പെൻ ആയാലും, ആടാണെങ്കിലും, അടിക്കപ്പ്യാരെ കൂട്ടമണി ആണെങ്കിലും, അങ്ങനെ എല്ലാ സിനിമകളും. അതുപോലെ തന്നെയാണ് മുതുകവും ഫ്രൈഡേ ഫിലിംസിൻ്റെ. അത് കാണിക്കുന്ന ധൈര്യം, ഇപ്പോൾ ഫ്രൈഡേ ഫിലിം ഹൗസ് ന്യൂ കമേഴ്സിനെ വെച്ചും ന്യൂ ഡയറക്ടറിനെ വെച്ചും ഒക്കെ ഒരു മൂവി ചെയ്യാൻ ധൈര്യപ്പെടുക എന്ന് പറയുന്നത് അതൊരു വലിയ കാര്യമാണ്. അതൊരു വലിയ റിസ്ക് ആണ്. അതെടുക്കാൻ ധൈര്യം കാണിക്കുന്ന അവരുടെ മനസ്സിനെ സമ്മതിക്കണം. അത്രയും നല്ലൊരു മനസ്സുള്ളതുകൊണ്ടാണ് അതിന് പറ്റുന്നത്. വിജയ് ചേട്ടനോടും സാൻഡ്ര ചേച്ചിയോടും ഫ്രൈഡേ ഫിലിം ഹൗസിനോടും എത്ര നന്ദി പറഞ്ഞാലും തീരത്തില്ല. കാരണം മലയാളത്തിലെ എൻ്റെ ഡെബ്യൂ ഇതിനെക്കാട്ടിലും ബെറ്റർ ആവാൻ ഒരു സാധ്യതയും ഇല്ലായിരുന്നു. എനിക്ക് കിട്ടാവുന്ന ബെസ്റ്റ് ഓപ്പണിംഗ് ആണ് ഇത്, എനിക്ക് കിട്ടാവുന്ന ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റിയാണ് ഇതെന്ന് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു. ഇനി എപ്പോഴും അങ്ങനെ തന്നെയായിരിക്കും.
ഞാൻ വിജയ് ചേട്ടനോടും സാൻഡ്ര ചേച്ചിയോടും അങ്ങനെ ഒരുപാട് സംസാരിച്ചിട്ടൊന്നുമില്ല. പക്ഷേ അവരെനിക്ക് ഒരുപാട് വേണ്ടപ്പെട്ട ആൾക്കാരാണ്. അവർ കാരണമാണ് ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുന്നത്. ഡയറക്ടറായ വിപിൻ ചേട്ടൻ എന്നെക്കുറിച്ച് അറിയുന്നത് തന്നെ സാൻഡ്ര ചേച്ചി വഴിയാണ്. കത്തും തീയാടുമാ നെഞ്ചിൽ കനലാടുമാ കത്തും തീയാടുമാ നെഞ്ചിൽ കനലാടുമാ തുള്ളിപ്പുകയുന്ന കളിയായുമാ തട്ടിക്കളയാടുമാ കിട്ടക്കനിയാടുമാ തുള്ളിച്ചാടുന്ന കടലാടുമാ കൊച്ചിലെ തൊട്ടേ സിനിമ എന്നായിരുന്നു മനസ്സിൽ. അത് എൻ്റെ വീട്ടുകാർക്കും ഫ്രണ്ട്സിനും ഒക്കെ അറിയാവുന്നതാണ് എൻ്റെ ആഗ്രഹം. അത് കഴിഞ്ഞ് ഞാൻ 12th പഠിക്കുമ്പോഴാണ് എനിക്ക് ആങ്കറിങ്ങിൻ്റെ ഓഫർ വരുന്നത്. ഞാൻ പോയി ഓഡിഷൻ ചെയ്തു. അങ്ങനെ എനിക്ക് ഒരു ഫേമസ് ചാനലിൽ ആങ്കർ ചെയ്യാൻ പറ്റി. അത് പക്ഷെ അധികകാലം ഉണ്ടായിരുന്നില്ല. ആ പ്രോഗ്രാം പെട്ടെന്ന് പൂട്ടിക്കെട്ടി. അത് കഴിഞ്ഞിട്ട് BA ഫസ്റ്റ് ഇയർ പഠിക്കുമ്പോഴത്തേക്കും എനിക്ക് ഒരു അഡ്വർടൈസ്മെൻറ്റിൽ അഭിനയിക്കാൻ ചാൻസ് കിട്ടി. കല്യാൺ സിൽക്സിൻ്റെ ഓണം അഡ്വർടൈസ്മെൻ്റ് ആയിരുന്നു അത്. പൃഥ്വിരാജാണ് അതിൽ മെയിൻ. അപ്പം ബാക്കിൽ സൈഡിൽ ഇങ്ങനെ കവറും പിടിച്ചുകൊണ്ട് നിൽക്കുന്ന കുറേ പേരുണ്ടായിരുന്നു. ആ കൂട്ടത്തിൽ ഞാനും ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് മെയിനായിട്ട് ആഡ് കിട്ടാൻ തുടങ്ങി. ധാത്രിയുടെ ആഡ്, പ്രീതി സിൽക്സ്, ഗൃഹലക്ഷ്മി, BSNL, ഇങ്ങനെ കുറച്ച് അഡ്വർടൈസ്മെൻറ്റ്സ്. ഇതിനിടയ്ക്ക് ഓൺലൈൻ പ്രെഡേറ്റേഴ്സ് എന്ന് പറഞ്ഞ് ഒരു ഷോർട്ട് ഫിലിമിൽ അഭിനയിക്കാനിടയായി. അത് യൂട്യൂബിൽ നല്ല ഹിറ്റായ ഒരു ഷോർട്ട് ഫിലിമാണ്. ശ്യാമപ്രസാദ് സാറിൻ്റെ സ്ക്രിപ്റ്റിൽ ചെയ്യാൻ പറ്റി എന്നുള്ളത് വലിയൊരു ഭാഗ്യമാണ്. എൻ്റെ ആദ്യത്തെ ആക്ടിങ് വെഞ്ചർ അതായിരുന്നു. അപ്പോൾ അജൻ എന്ന് പറഞ്ഞൊരു ചേട്ടനായിരുന്നു അതിൻ്റെ ഡയറക്ടർ. അജൻ ചേട്ടൻ എനിക്ക് അന്ന് തന്ന കോൺഫിഡൻസ്, എന്നിൽ അർപ്പിച്ച ആ വിശ്വാസം, ഓക്കെ ഇവിടെ നന്നായിട്ട് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞ് എനിക്ക് ആ റോൾ തന്നത് കാരണമാണ് ഞാൻ ഇന്നിവിടെ നിൽക്കുന്നത്. ആ ഷോർട്ട് ഫിലിം ചെയ്തപ്പോഴാണ് എനിക്ക് സ്വന്തമായിട്ട് ഉള്ളിലൊരു തോന്നലുണ്ടായത്. ഇത് വെറും ആഗ്രഹം മാത്രമല്ല, എന്നെ കൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റും, ഞാൻ ഹാർഡ് വർക്ക് ചെയ്യുവാണെങ്കിൽ. അങ്ങനെയായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ കോടീശ്വരൻ, നിങ്ങൾക്കുമാകാം കോടീശ്വരൻ എന്നുള്ള ആഡിൽ സുരേഷ് അങ്കിളുടെ കൂടെ സ്ക്രീൻ സ്പേസ് എനിക്ക് ഷെയർ ചെയ്യാൻ പറ്റി. നമ്മുടെ സ്റ്റേറ്റ് അവാർഡ് വിന്നറായ സേതുലക്ഷ്മി അമ്മയൊക്കെ ഉണ്ടായിരുന്നു അതിൽ. അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അത് കഴിഞ്ഞ് എൻ്റെ ഫ്രണ്ടിൻ്റെ പ്രൊഫൈലിൽ എൻ്റെ ഫോട്ടോ കണ്ടിട്ട് ഒരു കാസ്റ്റിംഗ് ഏജൻറ്റ് വിളിച്ചു എന്നെ ഹൈദരാബാദിൽ നിന്ന്. ആദ്യം ഞാൻ മടിച്ചു നിന്നു. പിന്നെ എന്തോ തോന്നിയിട്ട് അങ്ങ് പോയി ഓഡിഷൻ കൊടുത്തു. അപ്പം അവർക്ക് ഓഡിഷൻ ഇഷ്ടമായി. അങ്ങനെ ഞാൻ എൻ്റെ ആദ്യത്തെ തെലുഗു മൂവി സൈൻ ചെയ്തു. സീതാമാന്താലു രാമയ്യ ചിത്രാലു എന്നാണ് മൂവിയുടെ പേര്. രാജ് തരുണാണ് ഹീറോ. അവിടെ നന്നായിട്ട് പോയി മൂവി ദൈവാനുഗ്രഹിച്ച്. ടൈറ്റിൽ റോളായ സീത എന്നായിരുന്നു. അപ്പം അവിടെ എല്ലാവരും എന്നെ സീത എന്നാണ് വിളിക്കുന്നത്. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ സ്മാർട്ട് ഷോ എന്ന് പറയുന്ന പ്രോഗ്രാം ആങ്കർ ചെയ്യാൻ തുടങ്ങി ഫ്ലവേഴ്സ് TVയിൽ. അങ്ങനെയാണ് ആൾക്കാർ എന്നെ നോട്ടീസ് ചെയ്യാൻ തുടങ്ങിയത്. സ്മാർട്ട് ഷോ എന്നുള്ള പ്രോഗ്രാമിലൂടെയാണ് ഇവിടെ എന്നെ കുറച്ചെങ്കിലും അറിയാൻ തുടങ്ങിയത് ആൾക്കാർ. അത് കഴിഞ്ഞ് പിന്നെ സാൻഡ്ര ചേച്ചി എന്നെ കണ്ടു. ഞാൻ ചെയ്ത ഈ പ്രോഗ്രാംസ് ഒക്കെ സാൻഡ്ര ചേച്ചി കണ്ടു. അങ്ങനെ ഈ മൂവിയിലോട്ട് എനിക്ക് ചാൻസ് കിട്ടി. ഞാൻ BA ഇപ്പം ജസ്റ്റ് കംപ്ലീറ്റ് ചെയ്തതേ ഉള്ളൂ. ഈ ഏപ്രിലാണ് കോഴ്സ് തീർന്നത്. BA ജേർണലിസം, മാസ് കമ്മ്യൂണിക്കേഷൻ, വീഡിയോ പ്രൊഡക്ഷൻ ആണ് എൻ്റെ സബ്ജക്റ്റ്. ഇനി MAക്ക് ജോയിൻ ചെയ്യണമെന്നാണ് പ്ലാൻ. പഠിത്തവും ആക്ടിങ്ങും ഒരുപോലെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാനാണ്. ഇത്രയും നാളും ഞാൻ അതാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഇനിയും അത് തന്നെ ചെയ്യണമെന്നാണ് ആഗ്രഹം. എൻ്റെ വീട്ടിൽ അമ്മ, അനിയത്തി, അപ്പച്ചൻ, അമ്മച്ചി, അതായത് അമ്മയുടെ പപ്പ, മമ്മ, ഇത്രയും പേരാണുള്ളത്.
എൻ്റെ ഫാമിലിയാണ് എൻ്റെ ഏറ്റവും വലിയ സപ്പോർട്ട്. സാധാരണ എനിക്കറിയാം മിക്ക പെൺകുട്ടികളെയും അവർക്കൊക്കെ ആക്ടിങ്ങിൽ ഒരുപാട് ഇൻട്രസ്റ്റ് ഉണ്ട്, പക്ഷെ വീട്ടുകാരെ വിടത്തില്ല. പക്ഷെ എൻ്റെ വീട്ടിൽ അങ്ങനെയൊന്നുമില്ല, എല്ലാവരും സപ്പോർട്ടാണ്. അമ്മ ബ്യൂട്ടീഷ്യനാണ്, അപ്പം അമ്മയുടെ ഷോപ്പ് വരെ കളഞ്ഞിട്ടാണ് എൻ്റെ കൂടെ എപ്പോഴും. ഞാൻ എവിടെ പോയാലും, ഏത് സെറ്റിൽ പോയാലും, ഏത് പ്രോഗ്രാമിന് പോയാലും എന്നെ ഇങ്ങനെ എൻ്റെ കൂടെ ഉണ്ട് എൻ്റെ അമ്മ, എന്നെ പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ട്. അപ്പോൾ എൻ്റെ ഫാമിലി ആണ് എൻ്റെ മെയിൻ സ്ട്രെങ്ത്. ഞങ്ങൾ ഭയങ്കര അറ്റാച്ച്ഡ് ആണ്. ലൈക്ക് ഞാനും എൻ്റെ അമ്മയാണെങ്കിലും ബെസ്റ്റ് ഫ്രണ്ട്സിനെ പോലെയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാത്ത ഒരു കാര്യം പോലും ഇല്ല. എനിക്ക് ഉറപ്പാണ് എൻ്റെ അമ്മയാണ് ഈ വേൾഡിലെ ബെസ്റ്റ് എന്ന്. കാരണം അങ്ങനത്തെ ഒരു റിലേഷനാണ് ഞങ്ങളുടേത്. എൻ്റെ അടുത്ത് ഒരു കാര്യം മാത്രമേ ആവശ്യപ്പെട്ടിട്ടുള്ളൂ, നിനക്ക് ഇഷ്ടമുള്ളത് നിനക്ക് ചെയ്യാം, നിനക്ക് ഇഷ്ടമുള്ള ജോലി നിനക്ക് ചെയ്യാം, പക്ഷെ നീ പഠിത്തത്തിൽ ഒരിക്കലും പുറകോട്ട് പോകരുതെന്ന് മാത്രം. അത് ഞാൻ ഇന്ന് വരെ കീപ്പ് ചെയ്തിട്ടുണ്ട്, ഇനി കീപ്പ് ചെയ്യുകയും ചെയ്യും. തൽക്കാലത്തേക്ക് പുതിയ പ്രോജക്റ്റ് ഒന്നും കമ്മിറ്റ് ചെയ്തിട്ടില്ല. ഭാവിയിൽ നല്ല ക്യാരക്ടേഴ്സ് കിട്ടുവാണെങ്കിൽ ഉറപ്പായിട്ടും മൂവി ചെയ്യും ഞാൻ. ഇപ്പോൾ MA ജോയിൻ ചെയ്യുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ എൻ്റെ ലക്ഷ്യം. പിന്നെ എൻ്റെ ആദ്യത്തെ മൂവി തെലുഗുലായിരുന്നു, സീതാമ്പന്താലു രാമയ്യ ചിത്രാലു എന്നാണ് പേര്. അതിൽ സീത എന്നുള്ള ക്യാരക്ടറാണ്. ഒരു നാടൻ കുട്ടിയാണ് സീത. നാടനാണ്, പക്ഷെ ഭയങ്കര ആംബിഷ്യസ് ആണ്. വില്ലേജിൽ നിന്ന് പുറത്തു പോയി MBBS പഠിക്കുന്ന ഒരു കുട്ടിയാണ്. അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ്. ഒരു വീട്ടിലെ കുട്ടിയെ പോലെ എല്ലാവർക്കും തോന്നുന്നതാണ്. അതൊക്കെയാണ് മൂവിയെ കുറിച്ചുള്ളത്. കേപ്പർ ത്രില്ലർ എന്ന ജോണറിൽ പെടുന്ന മൂവിയാണ് മുതുകാവ്. ഇതിൽ ഓരോ കഥാപാത്രങ്ങൾക്കും ഒരുപോലെ ഇമ്പോർട്ടൻസ് ഉണ്ട്. എല്ലാവർക്കും തിയേറ്ററിക്കൽ ട്രെയിലറും സോങ്സും ഒക്കെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. കാണാൻ ശ്രമിക്കുക മുതുകാവ്. ഇതെല്ലാം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും പോയി കാണുക. ബാക്കിയുള്ളവരോട് അഭിപ്രായം ചോദിക്കുക. നല്ലതേ കേൾക്കത്തുള്ളൂ എന്ന് ഉറപ്പുണ്ട്. ഞങ്ങൾ എല്ലാവരും ഡെബ്യൂട്ടൻസ് ആണ്, മിക്കവരും ഈ സിനിമയായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളവർ. അപ്പോൾ അതിൻ്റെതായ പോരായ്മകൾ കണ്ടേക്കാം. ഉറപ്പായിട്ടും അടുത്ത പ്രാവശ്യം അതെല്ലാം മെച്ചപ്പെടുത്തും ഞങ്ങൾ. സോ കാണുക മൂവി, അനുഗ്രഹിക്കുക ഞങ്ങളെ. താങ്ക് യു സോ മച്ച്. ആ ഉമ്മയാ എല്ലാത്തിനും കാരണം. സർ പ്ലീസ് സർ. പത്മനാഭ സാറൊന്ന് പടിഞ്ഞാറക്കോട്ടെ. ഒരൊറ്റ കീറും. ഇതെന്താ ഒരു തെലുങ്ക് പടം പോലെ? പ്ലീസേ സാർ തുടങ്ങാം. ഒരുമാതിരി ഷാജി കാലസ് പടം പോലെ തുടങ്ങിയാൽ ഇപ്പൊ ഒരു പ്രിയദർശൻ സിനിമ ആയിട്ടുണ്ട്.